ഒരു റോസാ ചെടി കണ്ടോ? ഇത് പിന്നെ ടെറസിൽ വെച്ചേക്കുന്നൊരു റോസയിൽ വളർന്ന് താഴോട്ട് തൂങ്ങിക്കിടക്കുന്നതാണ്. കുറച്ചുകൂടെ നീളം ഉണ്ടായിരുന്നു, അത് ഞാൻ മുറിച്ച് കളഞ്ഞു. ഇത് ക്രീപ്പർ ജാക്കി എന്നും പറഞ്ഞൊരു വൈറ്റ് കളറിലൊരു ഒരു റോസിൻ്റെ ഇത് ഞാൻ ഇത് ഓൺലൈനിൽ കണ്ടിട്ട് ഫേസ്ബുക്കിൽ ഒരാൾ ഇട്ടേക്കുന്നത് കണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. നല്ല വിലയൊക്കെ കൊടുത്ത് വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് വെച്ച അന്ന് മുതൽ ഇങ്ങനെ പടർന്ന് കിടക്കുന്നതിൽ അതിനകത്ത് ഒരു പൂ പോലും പിടിച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഇലയൊക്കെ കണ്ടിട്ട് കടറോസ് കൂട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒന്ന് രണ്ട് കമ്പ് മുറിച്ച് കിളിപ്പിച്ചപ്പോൾ അത് പെട്ടെന്ന് കിളിർക്കുകയും ചെയ്തു. ഞാനങ്ങനെ റോസ് വെച്ചാൽ കിളിച്ച് കിട്ടാത്ത, പക്ഷേ കിളിച്ചപ്പോൾ എനിക്കിത് ഉറപ്പായി കാട്ടുറോസാണെന്നുള്ളത്. എന്നാലും ഞാനത് കളഞ്ഞില്ല, പ്രതീക്ഷ കൈവിടാതെ അവിടെ നിർത്തിയിരിക്കുക. അപ്പം ഈ താഴോട്ട് വളർന്ന് കിടക്കുന്ന ഒരു കമ്പിനെ നമുക്ക് മുറിച്ചെടുക്കാം. ഇതിനകത്തൊരു ഗ്രാഫ്റ്റിങ്, വേറൊരു റോസ് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കാം സക്സസ് ആവുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ദേ കമ്പ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് വെട്ടുന്ന വീഡിയോ കാണിക്കാൻ ഞാൻ തന്നെത്താനെ വീഡിയോ വെച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ്. നമുക്കിനി ഈ കമ്പിലോട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പക്ഷേ ഇത് റോസിന് അങ്ങനെ സാധാരണ ആരും ഗ്രാഫ്റ്റ് ചെയ്യാൻ വീഡിയോസൊക്കെ നോക്കിയപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ആരും കാണിക്കുന്നില്ല. എല്ലാവരും ബഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ബഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ബഡിങ് സക്സസ് ആയില്ല. ഇനി ഗ്രാഫ്റ്റിങ്ങും കൂടെ ഒന്ന് നോക്കാം. സക്സസ് ആവുകയാണെങ്കിൽ അത് ഞാൻ നിങ്ങളെയും കാണിച്ചു തരാം. ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഇക്കായാണ്. രണ്ട് കമ്പിൻ്റെയും രണ്ട് സൈഡിൽ നിന്നും ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത് അലോവേര ജെല്ലിൽ, അതായത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആ കമ്പിനകത്തുനിന്ന് ഇല കംപ്ലീറ്റ് കളഞ്ഞിട്ടുണ്ട്. മറ്റേ കമ്പ് ഒരു സ്വാൻ ലേക്ക് എന്നും പറഞ്ഞൊരു വെറൈറ്റിയുടേതാണ്. അത് ഒരു കമ്പും വെട്ടിയെടുത്തിട്ട് അതിനകത്ത് ചേന്തി രണ്ട് സൈഡിൽ നിന്ന് ചേന്തി കളഞ്ഞിട്ട്, ഇത് കണ്ട ഈ അലോവേരയുടെ ഒരു കഷ്ണം മുറിച്ചെടുത്തതിൽ നിന്ന് ഇത് കുറച്ച് ജെല്ല് തേച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തേച്ച് വെച്ചാൽ പെട്ടെന്ന് സക്സസ് ആയി കിട്ടുമെന്ന് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടു. അതുകൊണ്ടാണ്, നോക്കാം എന്താവുമെന്ന്. അപ്പോൾ ഇനി ഗ്രാഫ്റ്റിംഗ് ടേപ്പ് എടുത്തിട്ട് ചുറ്റി വരിയണം. അത് കാണിച്ചു തരാം. ഇപ്പോൾ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഗ്രാഫ്റ്റിംഗ് ടേപ്പ്. ഇതിൽ നിന്നൊരു ചെറിയ പീസ് മുറിച്ചെടുത്തിട്ട് അതിലോട്ട് ഒട്ടിക്കുന്ന കമ്പുകൾ തമ്മിൽ ചേർത്ത് വെച്ച് കെട്ടുവാണ്. ടേപ്പിൻ്റെ എൻഡ് കണ്ടുപിടിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടോ? അപ്പം നമ്മൾ ഒരു കഷ്ണം ടേപ്പും കൂടി അതിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഈ ഒട്ടിക്കുന്ന സ്ഥലത്ത് വെള്ളം വീഴാൻ പാടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നന്നായിട്ട് ചുറ്റുന്ന ടേപ്പ്. കുറേ കനത്തിൽ ചുറ്റേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ചുറ്റണം അങ്ങനെ.
ഗ്രാഫ്റ്റ് ചെയ്ത കമ്പ് ഞാൻ ഒരു പോട്ടിലാക്കി നിർത്തിയിട്ടുണ്ട്. ഇത് കണ്ട, കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ നാടൻ പച്ചക്കറി വിൽക്കുന്നൊരു കടയുണ്ട്. ആ കടയിൽ പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണ് ഉണ്ടമുളക്. 3 മുളകുണ്ട്. ഇതൊരു ലൈറ്റ് പച്ച കളറായി മുളകിൻ്റെ കളറ്. ഇത് പഴുത്തത് 3 ഞാൻ അവിടെ നിന്ന് ചോദിച്ച് വാങ്ങിച്ചതാണ്. അപ്പോൾ അവർ തന്നു. ഞാൻ ഈ പോട്ടിനകത്ത് ഇതിൻ്റെ സീഡും കൂടി എടുത്ത് പാവുകയാണേ. ആ സീഡ് ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതേ മുളക് 3 ഞാൻ ഇതുപോലെ പിളർന്ന് വെച്ചിട്ടുണ്ട്. ഈ വിത്ത് എനിക്ക് കൈ കൊണ്ട് എടുക്കാനൊരു നിവൃത്തിയില്ല, കാരണം ഇത് നല്ല എരിവുള്ള മുളകാണ്, കൈ പുകയാൻ സാധ്യതയുണ്ട്. ഞാനത് പിളർന്ന് വെച്ചിട്ട് ഇത് കണ്ട, വേറൊരു പഴയ കത്തി കൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് സീഡ് ചുരണ്ടി എടുക്കുക. അപ്പോൾ ഒരു മുളകിൻ്റെ എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ 3 മുളകിൻ്റെ എടുക്കാം. അതെ, മുളകിൻ്റെ സീഡെല്ലാം ഞാൻ ഇളക്കിയെടുത്ത് അതിനകത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി പൊടിമണൽ, ഇത് കണ്ട, സീഡ് മൂടിക്കിടക്കാൻ വേണ്ടി കുറച്ച് പൊടിമണൽ ഞാൻ അതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പ്ലാസ്റ്റിക് കവറിട്ട് മൂടി കൊടുക്കണം, കാരണം വെള്ളമൊന്നും വീഴാതെ മൂടി കൊടുക്കണം. ഈ താഴത്തെ മണ്ണിന് നനവുള്ള മണ്ണായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാത്തത്. ഇനി ഞാൻ പ്ലാസ്റ്റിക് കവറിട്ട് മൂടിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട, ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കവറ് മുകളിൽ നിന്ന് താഴോട്ടിട്ടിട്ട് ആ പോട്ട് റബ്ബർ ബാൻഡ് ഇട്ട് ഞാൻ മുറുക്കി വെച്ചേക്കുക. ഇനി നമുക്കിത് വെയിൽ കൊള്ളാത്ത തണൽ ഉള്ളൊരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കാം. കിളിക്കുവാണെങ്കിൽ കാണിച്ചു തരാം, ഫ്ലോപ്പ് ആയാലും കാണിച്ചു തരാം, രണ്ടിൽ എന്തായാലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.